കടുത്ത പെന്തക്കോസ്ത് ചിന്താഗതിയുള്ള പാസ്റ്ററിൻ്റെ മകനാണ് ടി.കെ. കോൾമാൻ. ഭാര്യയാകട്ടെ കത്തോലിക്ക വിശ്വാസിയും. അവളുടെ ആഗ്രഹവും പ്രാർത്ഥനയും കോൾമാൻ മനസ്സു തിരിഞ്ഞ് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് എത്തണം എന്നതാണ്. പക്ഷെ കോൾമാനാകട്ടെ താൻ ഒരിക്കലും കത്തോലിക്കനാകില്ല എന്ന ദൃഢനിശ്ചയത്തിലും. അന്ന് ചിക്കാഗോയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു കോൾമാൻ. അതിസുന്ദരിയായ ഒരു സ്ത്രീ ബസ്സിലേക്ക് കയറി വന്നു. എല്ലാ കണ്ണുകളും കൊതി പൂണ്ട് അവളിലേക്ക് തിരിഞ്ഞു. എന്നാൽ ഒരാൾ മാത്രം ഉടനെ പോക്കറ്റിൽ നിന്ന് കൊന്ത കയ്യിലെടുത്ത് ശിരസ് താഴ്ത്തി ജപമണികൾ ഉരുട്ടി പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു. ഇത്ര സുന്ദരമായൊരു കാഴ്ച വേണ്ടെന്ന് വയ്ക്കും വിധം ഈ മനുഷ്യൻ എന്തൊരു മന്ദബുദ്ധിയാണ് എന്നാണ് കോൾമാൻ അയാളെക്കുറിച്ച് ചിന്തിച്ചത്. കോൾമാന് ജപമാല വളരെ വിരോചകമായി തോന്നി. ഒരു ദിവസം കൂട്ടുകാരിൽ ഒരാൾ ഒരു ക്യാമ്പിലേക്ക് കോൾമാനെ ക്ഷണിച്ചു. കത്തോലിക്ക സുഹൃത്തുക്കളുടെ ഒത്തുചേരലും പ്രാർത്ഥനയും ആരാധനയും ഒക്കെയാണ് ആ ക്യാമ്പിൽ നടന്നത്. ആരാധനാ സമയത്ത് ദിവ്യകാരുണ്യത്തിൻ്റെ മുന്നിൽ കോൾമാൻ വെറുതെ ചെന്നിരുന്നതാണ്. പക്ഷേ ചങ്കിലിടിക്കുന്ന പോലൊരു പ്രകമ്പനം കോൾമാന് അനുഭവപ്പെട്ടു തുടങ്ങി. അത് ശരീരത്തിൻ്റെ ഒരണുവിലേക്കും പടരുന്ന പോലെ. എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തിയപ്പോൾ കോൾമാനെ ആ സംഭവം ആകെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. എയർപോർട്ടിലേക്കുള്ള മടക്കയാത്രയിൽ കാറിൽ കൂട്ടുകാർ ജപമാല ചൊല്ലുവാൻ തുടങ്ങുമ്പോൾ മറ്റൊരു വഴിയുമില്ലാതെ കോൾമാനും കൂടെ ഇരിക്കേണ്ടി വന്നു. വീട്ടിൽ തിരിച്ചെത്തിയ കോൾമാൻ അന്ന് ഭാര്യയോടൊപ്പം ജപമാല ചൊല്ലുവാൻ വെറുതെ പോയിരുന്നു. ജപമാല സാവധാനം കോൾമാൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയായിരുന്നു. ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യത്തെ മണിക്കൂറിലും മിനിറ്റിലും അളന്നിരുന്ന കോൾമാൻ ഇപ്പോൾ അത് ഒരു ദിവസം താൻ എത്ര ജപമാല ചൊല്ലി എന്ന കണക്കിലാണ് മനസ്സിലാക്കുന്നത്. അനുദിനം ദിവ്യകാരുണ്യം സ്വീകരിക്കുക എന്നത് കോൾമാന് ജീവൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമായി മാറി. അത്രയ്ക്ക് പരിശുദ്ധ മറിയം കോൾമാനെ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു. തായ്തരുവായ പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുന്നവരിലേക്ക് അവൾ വേരുകൾ ആഴ്ത്തുകയും അത് നിറയെ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. മറിയം പുറപ്പെടുവിക്കുന്ന ഫലം യേശുവല്ലാതെ മറ്റെന്താകാനാണ് എന്ന ചോദ്യവുമായി മുഖം നിറയെ ചിരിയുമായി ജപമാല മണികൾ ഉരുട്ടി കോൾമാൻ യാത്ര തുടരുകയാണ് പരിശുദ്ധ മറിയത്തോടൊപ്പം.